മനുഷ്യരായ നാം ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. നാം ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചാലും അവ നമ്മെ പിന്തുടരുന്നതായി കാണാം. അതെ, മനുഷ്യർ ഭൂമിയിൽ പരീക്ഷിക്കപ്പെടും എന്നത് സൃഷ്ടികളിൽ ആരുദ്ദേശിച്ചാലും ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ എന്താണ് യഥാർത്ഥ പരിഹാരം? എവിടെ നിന്നാണ് നമുക്ക് ഇവയെ മറികടന്ന് മുന്നേറാനുള്ള ധൈര്യം ലഭിക്കുക? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർഭയത്വം തൗഹീദിലൂടെ എന്ന ശീർഷകത്തെ അധികരിച്ചുകൊണ്ട് ഇന്ന് ഞായർ വൈകിട്ട് 7 മണിക്ക് കാര പഞ്ചായത്തുകുളം കിഴക്കുവശം വിസ്ഡം യൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിജ്ഞാനവേദിയിൽ ബഹുമാന്യനായ യുവ പ്രഭാഷകൻ സുബൈർ സൽഫി പട്ടാമ്പി നമ്മോട് സംസാരിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സഹൃദയം കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിന്റെ കഴിവാണ്. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ പലരും സ്വയം ശപിച്ചും പഴിച്ചും ആത്മഹത്യയിലേക്ക് നീങ്ങി നഷ്ടക്കാരിൽപ്പെടുന്നു. ചിലർ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളിലേക്ക് തന്നെ മടങ്ങി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പാതയിലൂടെ സൃഷ്ടാവിനെ പങ്കുചേർത്തുകൊണ്ട് പരലോക ശിക്ഷക്കർഹരാകുന്നു. മറ്റു ചിലരാവട്ടെ ജീവിതം ആസ്വാദനത്തിന് മാത്രമാണെന്ന മിഥ്യാധാരണയിൽ ലഹരിയിലും മറ്റധാർമിക പ്രവർത്തനങ്ങളിലും മുഴുകാൻ പ്രത്യേകം നിയന്ത്രണങ്ങളില്ലാത്ത നിരീശ്വരവാദം പോലുള്ള പലതരം ലിബറൽ പാതകളിലൂടെ നീങ്ങി ജീവിതം അർത്ഥമില്ലാതാക്കുന്നു. ഇത്തരം പ്രതിസന്ധികളെ ദീർഘവീക്ഷണത്തോടെ നിർഭയത്തോടെ നേരിട്ട് വിജയികളാവാൻ എന്തുണ്ട് മാർഗം? ഇവിടെയാണ് സൃഷ്ടാവിലേക്ക് മടങ്ങുക എന്ന ആശയത്തിന്റെ പ്രസക്തി. സൃഷ്ടാവ് നമുക്കായി നൽകിയ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയാലേ യഥാർത്ഥ നിർഭയത്വം ലഭിക്കൂ. നിർഭയത്വം തൗഹീദിലൂടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർഭയത്വം തൗഹീദിലൂടെ എന്ന ശീർഷകത്തെ അധികരിച്ചുകൊണ്ട് ഇന്ന് ഞായർ വൈകിട്ട് 7 മണിക്ക് കാര പഞ്ചായത്തുകുളം കിഴക്കുവശം വിസ്ഡം യൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിജ്ഞാനവേദിയിൽ ബഹുമാന്യനായ യുവ പ്രഭാഷകൻ സുബൈർ സൽഫി പട്ടാമ്പി നമ്മോട് സംസാരിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സഹൃദയം കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. മേലെ മേഘക്കേറിൽ നിന്നും മണ്ണിൽ വീഴും മഴയും ഈറയോന്റെ കാരുണ്യത്തിൻ നിറവാണ്. മേലെ മേഘക്കേറിൽ നിന്നും മണ്ണിൽ വീഴും മഴയും ഈറയോന്റെ കാരുണ്യത്തിൻ നിറവാണ്.